നിങ്ങൾ ഫോർഗെറ്റിംഗ് കർവിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അതായത് നമ്മൾ വായിക്കുന്ന അല്ലെ പഠിക്കുന്ന 70% കാര്യങ്ങളും 24 മണിക്കൂറിന് ശേഷം ഓർത്തു നോക്കിയാൽ നമ്മുടെ മനസ്സിലുണ്ടാവുകയില്ല. നമ്മൾ മറന്നുപോയിരിക്കും ഒരു 70% കാര്യങ്ങളും. ഇതാണ് ഫോർഗെറ്റിംഗ് കർവ്. ഇതിനെ എങ്ങനെ നമുക്ക് മറികടക്കാം? ഒന്ന് നോക്കിയാലോ. നമ്മളൊരു കാര്യം വായിക്കുക, വായിച്ചതിന് ശേഷം മനസ്സിൽ ഓർക്കുക. ഇപ്പോൾ ഒരു കൺസെപ്റ്റാണ് പഠിക്കണത്, അല്ലെങ്കിൽ 2 കൺസെപ്റ്റാണ് പഠിക്കണത്, അല്ലെങ്കിൽ 3 കൺസെപ്റ്റാണ് പഠിക്കണമെങ്കിൽ അതിനെ ആദ്യം തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്യാം. അതായത് ജാപ്പനീസ് ടെക്നിക്കായ കൈസൺ പറയുന്നത് പോലെ നമ്മൾ ഏതൊരു വലിയ ടാസ്കിനെയും ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിലെ ചെറിയ ടാസ്ക് ആദ്യം ചെയ്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ബ്രെയിനിന് നമ്മൾ പറ്റിക്കുകയാണ്. അതായത് ബ്രെയിനിനോട് വലിയ ടാസ്ക് വേഗം ചെയ്യുമെന്ന് പറയുന്നതിന് പകരം ചെറിയ ടാസ്ക്കാണ്, ഒരു 5 മിനിറ്റ് എക്സസൈസ് ചെയ്യാം അല്ലെങ്കിൽ 2 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യാം എന്ന് പറയുന്നത് പോലെ നമുക്ക് കുറച്ച് നേരം പഠിക്കാം. 25 മിനിറ്റ് പഠിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, എന്നിട്ടൊരു 5 മിനിറ്റ് നമ്മൾ വായിച്ചത് റീകോൾ ചെയ്യുക. അതായത് ആദ്യം തന്നെ ഒരു കൺസെപ്റ്റ്, 3 കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഒരു കൺസെപ്റ്റ് പഠിക്കാമെന്ന് വെക്കുക, ഒരു കൺസെപ്റ്റ് പഠിക്കുക, എന്നിട്ട് ഒന്ന് കണ്ണടച്ചിരുന്നോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെ വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതൊന്ന് റീകോൾ ചെയ്യുക. അതായത് നമ്മൾ എത്ര വട്ടം റിവിഷൻ ചെയ്തോ അതിനെയാണ് റിവിഷൻ എന്ന് പറയുന്നത്. എത്ര വട്ടം റിവിഷൻ ചെയ്തോ അല്ലെങ്കിൽ എത്ര വട്ടം റീകോൾ ചെയ്തോ മനസ്സിൽ കണ്ണടച്ചിങ്ങനെ ആലോചിക്കുക. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്, രണ്ടാമത്തെ കാര്യം ഇതാണ്, മൂന്നാമത്തെ കാര്യം ഇതാണ്, പോയിന്റ് വൈസ് ആലോചിച്ച് കഴിഞ്ഞാൽ അങ്ങനെ 2-3 വട്ടം ചെയ്തു കഴിഞ്ഞാൽ ബ്രെയിനിൽ സ്റ്റോർ ആവും. പിന്നെ നമ്മൾ മറന്നു പോകാൻ സാധ്യതയില്ല. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കൺസെപ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യത്തെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിൽ റീകോൾ ചെയ്യുക, എന്നിട്ട് അടുത്ത കൺസെപ്റ്റ് പഠിക്കാൻ തുടങ്ങുക. അതുപോലെ തന്നെ മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ കൺസെപ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെയും രണ്ടാമത്തെയും കൺസെപ്റ്റ് റീകോൾ ചെയ്തിട്ട് മൂന്നാമത്തെ കൺസെപ്റ്റ് പഠിക്കുക. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ കൺസെപ്റ്റ് പഠിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആദ്യത്തെയും രണ്ടാമത്തെയും മനസ്സിൽ ഉറപ്പിക്കുകയും കൂടെയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാർട്ടിങ് ഫേസിൽ പറയാനുള്ളത്. ജാപ്പനീസ് ടെക്നിക്കിനെ പറ്റി പറഞ്ഞു കൈസൺ. അത് ബ്രെയിനിനൊരു ഹാക്കാണ്. അതായത് നമ്മളൊരു വലിയ ടാസ്കിനെ ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മൾ അവിടെ ചെറിയ ടാസ്ക് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഭാരം തോന്നില്ല ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ പോമറോഡോ ടെക്നിക്, 25 മിനിറ്റ് പഠിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് ബ്രേക്ക്, പിന്നെ 25 മിനിറ്റ് പഠിക്കുക. അതാണ് നമ്മുടെ അറ്റൻഷൻ സ്പാനിൻ്റെ ഒരു കാര്യം കൂടിയാണ്. അതായത് 25 മിനിറ്റ് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഫോക്കസ് കിട്ടും. ബാക്കി ടൈം നമുക്ക് കുറച്ച് നേരം ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫോക്കസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഒരു ട്രെയിനിങ് ആണത്. ഇഫ് യു വാണ്ട് ടു ലേൺ സംതിങ്, റീഡ് ഇറ്റ്. ഇഫ് യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് സംതിങ്, റൈറ്റ് ഇറ്റ്. ഇഫ് യു വാണ്ട് ടു മാസ്റ്റർ സംതിങ്, ടീച്ച് ഇറ്റ്. അതായത് ഫെയ്ൻമാൻ ടെക്നിക് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. അതിൽ പറയുന്നത്, നിങ്ങൾ പഠിച്ചൊരു കൺസെപ്റ്റ് 10 വയസ്സുള്ള ഒരു കുട്ടീനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് മനസ്സിലായിട്ടില്ല എന്നാണ്. അപ്പോൾ നമ്മൾ മാക്സിമം പഠിച്ച കാര്യങ്ങൾ ടീച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതായത് സ്റ്റുഡൻസ് ഇല്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ പഠിപ്പിക്കുക. അല്ലെങ്കിൽ ഒരു ഡെമോ ക്ലാസ് എടുക്കുന്നത് പോലെ നമ്മളൊരു പ്രസൻറ്റേഷൻ തയ്യാറാക്കുക, എന്നിട്ട് നമ്മൾ നമ്മളെ തന്നെ പഠിപ്പിക്കുക. നമ്മൾ എണീറ്റ് നിൽക്കുക, ക്ലാസ് എടുക്കുന്ന പോലെ തന്നെ ക്ലാസ് എടുക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് കൂടുതൽ ഡെപ്തിലേക്ക് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഓക്കെ.